മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ നമ്മുടെ അതിഥി തൊടുപുഴ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ജോയിന്റ് ആർടിഒ ശ്രീ CS ഡേവിഡാണ്. നമസ്കാരം. നമസ്കാരം. താങ്കളെ പറ്റി പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനാണെന്ന്. എന്താ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവനും ആയിട്ട് ബന്ധപ്പെട്ട ഒരു തരം ജോലികളാണ് മോട്ടോർ വാഹന വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഹനത്തിന് CF ടെസ്റ്റിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക, ഇതൊക്കെ നേരിട്ട് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൽ വളരെ കർക്കശമായിട്ട് തന്നെ നടപടിയെടുക്കണം. അതുകൊണ്ട് ഞാൻ കർക്കശനായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. താങ്കൾ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും തൊടുപുഴയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു ടാക്സി ഡ്രൈവർ പോലുള്ള ഡ്രൈവറുടെ മേഖലകളിൽ നിന്ന് വളരെയേറെ പിന്തുണ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ചില സംഭവങ്ങളിൽ ചില ഭീഷണികൾ, ചില ഭാഗത്തു നിന്ന് ഭീഷണികളും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ഇതിൻ്റെ ഒരു കാര്യം? പലപ്പോഴും നമ്മൾ കർശനമായ ജോലി നിയമം നടപ്പാക്കുമ്പോൾ അത് ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മളോട് ഒരു വ്യക്തിവൈരാഗ്യമായിട്ട് മാറ്റി ചിലർ എങ്കിലും ഉപയോഗിക്കുന്നതാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പൊതുവെ സാധാരണ എൻ്റെ അടുത്ത് സമീപിക്കുന്ന നോർമൽ കാര്യങ്ങൾക്ക് നേരിട്ട് അല്ലെങ്കിൽ ഒരു വളഞ്ഞ വഴിയിലല്ലാതെ കാര്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തടസ്സങ്ങളും ഞാൻ വരുത്താറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സപ്പോർട്ടുകൾ വരുന്നു. വളഞ്ഞ വഴിയിൽ വരുമ്പോൾ പറ്റില്ല എന്ന് തുറന്നടിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ശത്രുതയുണ്ടാകുന്നു. താങ്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊടുപുഴയിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം താങ്കൾ ജോലി ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കണ്ണൂർ, കോതമംഗലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എനിക്ക് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അതും ജീവനെ തന്നെ ത്രട്ടൺ ചെയ്യുന്ന തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അത് ദൈവം നമ്മളെ അവിടെ നിന്നെല്ലാം രക്ഷിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഒരു കാര്യവും നമ്മൾ വഴിവിട്ട് ചെയ്യാതെ വരുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വരെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് തരണം ചെയ്യാൻ നമുക്ക് ദൈവം ശക്തി തന്നു. ഇനി ഡിപ്പാർട്ട്മെന്റ് തല കാര്യങ്ങളിലേക്ക് വരാം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് സമീപകാലങ്ങളായിട്ട് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി വളരെ സത്വരമായ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വിജയകരമായിട്ട് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ? മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധവൽക്കരണം വളരെയധികം സ്ഥലങ്ങളിൽ, വളരെയധികം ജനങ്ങളിൽ നമ്മൾ ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയും ഈ നിയമങ്ങളെപ്പറ്റിയും റോഡ് ഉപയോഗിക്കേണ്ട രീതികളെപ്പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാകുകയും പിന്നെ ഈ ആക്സിഡൻറ്റ് കുറയാൻ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർമാരാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലെത്തേണ്ടത്. അവർ ആ ഒരു കാര്യത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ റോഡ് അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തും പിന്നീട് സ്കൂളുകൾ, കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ ഈ ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ റോഡ് ശരിക്കും കാൽനടക്കാരായാൽ പോലും റോഡ് ഉപയോഗിക്കുന്നത് നേരാവണ്ണമാണെങ്കിൽ ഒത്തിരി അപകടങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ബോധവൽക്കരണം, പിന്നെ ഇപ്പോൾ കർശനമായ ചെക്കിങ് അടുത്ത കാലത്ത് ആയിട്ടാണ് എല്ലാ ജില്ലകളിലും സ്ക്വാഡ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ചെക്കിങ് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്നവരെയാണ് നമ്മൾ ചെക്കിങ്ങിൽ പിടിക്കുന്നത്, അല്ലാത്തവരെ ഒന്നും ശിക്ഷിക്കുന്നില്ല. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നവരെ തിരഞ്ഞെടുത്ത് നമ്മൾ പിടിച്ച് അവർക്കെതിരെ നടപടിയെടുത്തു കഴിയുമ്പം അത് വീണ്ടും തുടർന്ന് ചെയ്യാൻ അവർക്ക് ആ ഒരു സാധ്യത കുറവാണ്. കാരണം വീണ്ടും പിടിക്കപ്പെടും. ഇപ്പം ഇപ്പോൾ തന്നെ വളരെയധികം പേരുടെ ലൈസൻസ് കേരളത്തിൽ ഉടനീളം സസ്പെൻഷനിലായിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. അതിന് ഈ റോഡിൽ അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ വണ്ടി ഓടിക്കുക, ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഷൻ കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ വളരെയധികം അപകട റേറ്റ് കുറഞ്ഞതായിട്ട് ഇപ്പോൾ നമുക്ക് ശ്രദ്ധയപ്പെടുന്നുണ്ട്. അപകടം ഉണ്ടാകുന്നത് അതിൻ്റെ ഗുരുതര അവസ്ഥയും എല്ലാം കുറവ് വരുന്നുണ്ട്.
ബോധവൽക്കരണ ക്ലാസ്സുകൾ വളരെ വിജയകരമായി നടന്നു പോന്നിരുന്നു. സമീപകാലത്തായിട്ട് പക്ഷേ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതായത് ടാക്സി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അതുപോലുള്ളവർക്കും അല്ലെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ സമീപകാലത്തായിട്ട് നടന്ന് കാണുന്നില്ല. ഇനിയിപ്പം ഈ അടുത്ത ബുധനാഴ്ച നമ്മൾ വണ്ണപ്പുറത്തൊരു ഡ്രൈവേഴ്സിൻ്റെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാസത്തിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രാൻസ്ഫർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കുറച്ച് ഓഫീസേഴ്സിനൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. പെട്ടെന്ന് അതിന് എല്ലാവരും തന്നെ ഓഫീസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അത് ഒന്ന് സെറ്റിലായി വരുന്നു. ഇനി പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ ആ ഒരു പ്രോഗ്രാം ഇട്ട് വരാനുള്ള ഒരു ചെറിയ ഒരു 1-2 ആഴ്ചത്തെ ഗ്യാപ്പ് വന്നതാണ്. ഇനിയും ഈ ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ് തുടർന്ന് ഉണ്ടാവും. നാളെ 30-ാം തീയതി മൂലമറ്റത്തൊരു സ്കൂളിലുണ്ട്. നമ്മളെല്ലാ സ്കൂളുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ട്. ഡ്രൈവേഴ്സിൻ്റെ ക്ലാസ് അടുത്ത ബുധനാഴ്ച മണ്ണപ്പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെയധികം ആൾക്കാർക്ക് നമ്മളിപ്പോൾ ടൗണിലൊക്കെ ഇതിൽ അറ്റൻഡ് ചെയ്യാത്ത ഡ്രൈവർമാരുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. അതുപോലെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓടിക്കുന്ന മിക്ക ഡ്രൈവർമാർക്കും തന്നെ ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് മിച്ചം നിൽക്കുന്നത് ബസ് ഡ്രൈവേഴ്സാണ്. അവർ വരാൻ മടി കാണിക്കുന്നു. അവരെയും കൂടെ കമ്പൽ ചെയ്ത് നമ്മൾ ഇതിനകത്തായിട്ട് കൊണ്ടുവരണം. കേരളത്തിലെ ഒരവസ്ഥ വെച്ച് നോക്കുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ അപകടങ്ങളുടെ തോത് ഒരു ഇത്തിരി കൂടുതലായിട്ടാണ് കാണുന്നത്. എന്താ കാരണം? തുറന്നു പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒരു നല്ല സ്വഭാവം, നിയമമുണ്ടാക്കി അതിനെ എങ്ങനെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ അതിനെ കുറുക്കുവഴിയിലൂടെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പലരുടെയും മനസ്സിൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ സമീപഭാവിയിൽ ഞാൻ പറഞ്ഞുതരാം, വളരെയധികം കൊച്ചുകുട്ടികൾ ഡ്രൈവിംഗ് അറിയാവുന്ന കുട്ടികളുണ്ട്. 18 വയസ്സ് പൂർത്തിയാകാതെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആരാ? അവരവരുടെ പേരൻസ് തന്നെയായിരിക്കും അതിന് ഉത്തരവാദി. മറ്റാരെയും അതിന് കുറ്റം പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ തന്നെ ആ കുറ്റകൃത്യം ചെയ്യാൻ ചെറിയ വയസ്സിൽ തന്നെ ഒരു കൊച്ചിനെ പഠിപ്പിച്ചു വിടുക. അപ്പോൾ അവനാ റോഡ് ട്രാഫിക്കിൽ ഒരു കുറ്റമായിട്ട് മനസ്സിൽ തോന്നാൻ തന്നെ വരുന്നില്ല. അപ്പോൾ അത്ര ചെറുപ്പത്തിലെ തന്നെ അങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നതുകൊണ്ട് റോഡിൽ ചെയ്യുന്ന ഈ ട്രാഫിക് വയലേഷനൊന്നും ഒരു കുറ്റമായിട്ടൊരു ആൾ കാണുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ള കുറ്റമായിട്ട് കാണുന്ന കാലത്തെ ട്രാഫിക് നല്ല രീതിയിൽ ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറ്റമായിട്ട് കാണണം, അതിന് ശിക്ഷിക്കപ്പെടും എന്നുള്ള ധാരണ ജനങ്ങളിൽ ഉണ്ടാവണം. നമ്മുടെ റോഡുകളിൽ സാധാരണ ഇപ്പോൾ കാണുന്നൊരു സംഭവം അമിത വേഗതയാണ്. റോഡുകളുടെ നിലവാരം, ഗുണനിലവാരം വളരെയധികം ലോക നിലവാരത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഡ്രൈവേഴ്സ് സ്വാഭാവികമായിട്ട് അവരറിയാതെ തന്നെ സ്പീഡ് കൂടിപ്പോകുന്നത്. ഇത്തരത്തിൽ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കൈക്കൊള്ളുന്ന നടപടികൾ എന്തൊക്കെയാണ്? അമിത വേഗത നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും തന്നെ റഡാറോട് കൂടിയ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഓവർ സ്പീഡുകൾ ട്രേസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഓവർ സ്പീഡ് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ലൈസൻസ് സസ്പെൻഷനും അതിന് പിഴയും ഏർപ്പെടുത്താറുണ്ട്. ലൈസൻസ് സസ്പെൻഷനാണ് കൂടുതലും കേസുകൾ. അമിത സ്പീഡിൻ്റെ ആ ഒരു റേറ്റ് വീണ്ടും ഹൈ ആയിട്ട് കാണുന്നവരെല്ലാവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ നല്ല റോഡുകൾ എന്ന് പറയാൻ നമുക്ക് റോഡുകളില്ല കേരളത്തിൽ. കാരണം നമുക്കൊരു സൈഡ് റോഡ്, ട്രാഫിക് റൂൾസിനെ പരാമർശിക്കുമ്പോൾ നമുക്കൊരു സൈഡ് റോഡ് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. നമുക്ക് അങ്ങനെ സൈഡ് റോഡുകളോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫുട്പാത്തുകൾ തിരിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന റോഡുകളോ കേരളത്തിൽ ഇപ്പം ഈ എടപ്പള്ളി, തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. അവിടെയും പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുപോലെയുള്ള റോഡുകളിൽ സ്പീഡ് എടുക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. കാരണം ഇപ്പോൾ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ് എല്ലാവർക്കും അറിയാം, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നു, നന്നായിട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ റോഡിൻ്റെയും പ്രത്യേകതയാണ് കൂടുതൽ ആൾക്കാർ ആ റോഡിൽ നടക്കുന്നുണ്ട്. പെഡസ്ട്രിയൻസ് ഇല്ലാത്ത റോഡ്, അവിടെ മാത്രമേ നമുക്ക് സ്പീഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റോഡുകൾ കേരളത്തിലില്ല. കാൽനടക്കാരെ കാണാൻ പറ്റാത്തൊരു റോഡ് കേരളത്തിൽ ഇല്ല. നമുക്ക് സ്പീഡ് റെഗുലേഷൻ തന്നിട്ടുണ്ട്. ഏറ്റവും മാക്സിമം സ്പീഡിൽ പോകുന്ന പ്രൈവറ്റ് കാറുകൾക്കാണ്. അത് 70 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. പക്ഷേ ആ 70 കിലോമീറ്റർ സ്പീഡെന്ന് തന്നെ അധികമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ റോഡും സാഹചര്യങ്ങളും മനസ്സിലാക്കി വേണം ഒരു ഡ്രൈവർ വാഹനം ഓടിക്കാൻ. ആ റോഡിൻ്റെ സാഹചര്യം
എടുക്കുമ്പോൾ ഈ 70 കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമുക്ക് പോകാൻ പറ്റാത്ത റോഡുകളെ കേരളത്തിലുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതിനെ തൃണവൽക്കരിച്ച റോഡിൻ്റെ ആ കാഴ്ചയിൽ കാണുന്ന ആ ഒരു സർഫസ് മാത്രം മനസ്സിൽ കാണുന്ന ഡ്രൈവർമാർക്കേ സ്പീഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ട്രാഫിക് ബോധവൽക്കരണത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രൈവർമാരിൽ എത്തിച്ചാൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരും. കാരണം റോഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം പരിസരങ്ങളും ഡ്രൈവർ നന്നായിട്ട് ബോധവാനായിരിക്കണം. അപ്പോൾ മാത്രമേ സ്പീഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ അപകടം തീർച്ചയായിട്ടും വിളിച്ചു വരുത്തുന്നതാണ്. പ്രൈവറ്റ് കാറുകളുടെ വേഗപരിധി 70 കിലോമീറ്റർ ആണ് താങ്കൾ പറയേണ്ടത്. ഇത്തരത്തിൽ ഈ വേഗപരിധി നിശ്ചയിക്കുന്നതിന് എന്താ മാനദണ്ഡം? റോഡുകളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ വേഗപരിധി നിശ്ചയിക്കുന്നത്? നമുക്കിപ്പോൾ റോഡുകളുടെ രീതി അനുസരിച്ചല്ല ഇപ്പോൾ വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുവായിട്ട് മാക്സിമം സ്പീഡ് മാത്രമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. പിന്നെ റോഡിന് അനുസരണമായിട്ട് വേഗപരിധി നിശ്ചയിക്കാൻ അതാത് ജില്ലകളുടെ RTA-കൾക്ക് അധികാരമുണ്ട്. ഇപ്പോൾ ഒരു റോഡിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൽ കയറ്റാവുന്ന ഭാരം ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ തല RTA ബോർഡുകൾക്ക് അതിന് അധികാരമുള്ളതാണ്. അപ്പം അങ്ങനെ ഇതുവരെയായിട്ടും പലയിടത്തും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണുന്നില്ല. പക്ഷേ അത് ആവശ്യം ഈ പറഞ്ഞ പോലെ ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള ബോഡികളിൽ നിന്നും റെക്കമെൻഡേഷൻ വരുമ്പോഴാണ് അങ്ങനെയുള്ള നടപടികളിലോട്ട് RTA പോകുന്നത്. ആ RTAയുടെ ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെടുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്താൻ RTAക്ക് അധികാരമുണ്ട്. അതിന് നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ മാറ്റി എഴുതേണ്ട കാര്യമില്ല. ഈ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഹൈ റേഞ്ചസ് ആണ്. ലോ റേഞ്ചസിൽ അനുവദിക്കുന്ന വേഗപരിധി ഹൈ റേഞ്ചസിൽ അനുവദിക്കുന്നുണ്ടോ? ഒരു അപാകത ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഗാർഡ് റോഡ് എന്ന് ഇടുക്കി ജില്ലയിലെ റോഡുകൾ നോട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഇടുക്കി ജില്ലയിലെ റോഡുകൾ ഗാർഡ് റോഡായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഗാർഡ് റോഡായിട്ട് നോട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഗാർഡ് റോഡിലെ കണ്ടീഷൻസ് അവിടെ ശരിക്കും ഇംപ്ലിമെൻ്റ് എങ്കിൽ കൂടിയും നമ്മുടെ ജില്ലയിൽ പെർമിറ്റ് കൊടുക്കുമ്പോൾ കോട്ടയം, ഇടുക്കിയും വയനാടും പെർമിറ്റ് കൊടുക്കുമ്പോൾ ഈ പ്ലെയിൻസിൽ കൊടുക്കുന്നേക്കാളും 1/4 മിനിറ്റോ അല്ലെങ്കിൽ 1/2 മിനിറ്റോ ഒക്കെ ഡിഫറൻ്റായിട്ട് കൂടുതൽ സമയമിട്ടാണ് ഹൈ റേഞ്ചിൽ ബസ്സിന് സമയം കൊടുക്കുന്നത്. അതുപോലും വളരെ കുറവാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 2 മിനിറ്റിൽ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റിനോ എക്സ്പ്രസ്സിനോ ഹൈ റേഞ്ചിൽ നമ്മൾ ടൈം കൊടുക്കുമ്പോൾ അതിനകത്ത് വരുന്നൊരു അപാകത, ഈ ബസ് 1-2 സ്റ്റോപ്പിലൊക്കെ നിർത്തേണ്ട വരും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ 1 മിനിറ്റും ഒക്കെ സമയം നഷ്ടം വരും. അങ്ങനെയുള്ളൊരു വണ്ടി ഈ ഗാർഡ് റോഡിൽ 35 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇതുണ്ട്. അപ്പോൾ ഈ 35 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ മേലാത്ത ഭാഗത്ത് നമ്മൾ 2 മിനിറ്റ് സമയം കൊടുക്കുമ്പോൾ ആ വണ്ടി 30 കിലോമീറ്റർ ആവറേജ് ഒരു മണിക്കൂറിൽ കവർ ചെയ്യണം. ഒരു 4 സ്റ്റോപ്പ് 30 കിലോമീറ്ററിനുള്ളിൽ വരുവാണെങ്കിൽ ഈ പറയുന്ന സമയം അതിനെ റണ്ണിങ് ടൈം വീണ്ടും 2 മിനിറ്റ് എന്നുള്ളത് താഴെ വരും. അപ്പോൾ ശാസ്ത്രീയമായിട്ടത് പഠനം നടത്തി ആ റൂട്ടിൽ വരുന്ന സ്റ്റോപ്പുകളും കൂടെ പരിഗണിച്ച് എത്ര സ്റ്റോപ്പുണ്ട്, ആ സ്റ്റോപ്പിൽ എത്ര സമയം എടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇങ്ങനെയുള്ള വിഷയത്തിൽ പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇപ്പോഴുള്ള 2 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു പല വണ്ടിക്കും 1.25 മിനിറ്റ്, സൂപ്പർ എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ കൊടുക്കുന്ന 1.25 മിനിറ്റൊക്കെ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് ഒരു നല്ല പഠനം കൂടി നടത്തി അതിന് മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായമാണ്. കാരണം അത് ജനങ്ങളുടെ ജീവനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഹൈ റേഞ്ചിലൊക്കെ വളരെ അപകടകരമായ രീതിയിൽ സ്പീഡ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അപകടകരമായ രീതിയിൽ സ്പീഡ് എടുക്കുമ്പോഴൊക്കെ അപകടം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കണമെങ്കിൽ അവിടെ ലെഷറായിട്ട് കൂടുതൽ സമയം അനുവദിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ 15 സെക്കൻഡ്സ് എന്നുള്ളത് ഒരു 1/2 മിനിറ്റെങ്കിലും 30 സെക്കൻഡായിട്ട് മാറ്റി ആ ഡിഫറൻസിൽ പെർമിറ്റ് നൽകേണ്ടതാണ്. താങ്കൾ പറഞ്ഞതുപോലെ മോട്ടോർ വാഹനങ്ങൾക്ക്, പ്രൈവറ്റ് കാറുകൾക്ക് 70 കിലോമീറ്റർ വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വാഹനങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന വേഗപരിധി അത് പറയാൻ പറ്റും. മോട്ടോർ കാർ, അത് ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് LMV ആയിട്ടുള്ള പ്രൈവറ്റ് വാഹനങ്ങൾക്ക്
70 കിലോമീറ്റർ മാക്സിമം ഒരു മണിക്കൂറിൽ കവർ ചെയ്യാവുന്ന സ്പീഡും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് LMV ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, പെർമിറ്റ് ആവശ്യമുള്ള LMV ലൈറ്റ് ടാക്സി കാറുകൾ, ആ കാറ്റഗറി വരുന്ന വാഹനങ്ങൾക്ക് 65 കിലോമീറ്ററും, ഹെവി വെഹിക്കിൾസിന് ബസ്, ലോറി ഉൾപ്പെടെയുള്ള ഹെവി വെഹിക്കിൾസിന് 60 കിലോമീറ്ററും, മോട്ടോർ സൈക്കിളിന് 50 കിലോമീറ്ററും, ഓട്ടോറിക്ഷയ്ക്ക് 40 കിലോമീറ്ററുമാണ് ഏറ്റവും മാക്സിമം എടുക്കാവുന്ന സ്പീഡ്. അതിനകത്ത് എക്സംഷൻ ഉള്ളത് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ, ആംബുലൻസുകൾക്കും സ്പീഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. വേഗത നിയന്ത്രിക്കാൻ വേണ്ടി പ്രൈവറ്റ് ബസ്സുകളിൽ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ട് പിന്നീട് റോട്ടിൽ ഇറക്കുമ്പോഴത്തേക്ക് ഇവരത് അഴിച്ചു മാറ്റി വാഹനം ഓടിക്കുന്ന ഒരു പ്രവണത കണ്ടു വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ടോ? എന്തെങ്കിലും നടപടി നടക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് ഞാൻ പറയുകയില്ല. കാരണം പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ വീണ്ടും അത് ഫിറ്റ് ചെയ്യാനായിട്ട് എഴുതിയ ഡയറക്ഷൻ കൊടുത്ത് ഫിറ്റ് ചെയ്ത് രണ്ടാമത് അത് ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ സർവീസ് നടത്താൻ നമ്മൾ അനുമതി നൽകുന്നുള്ളൂ, ശ്രദ്ധയപ്പെടുന്ന കേസിൽ. ഇത് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നൊരു കംപ്ലൈൻ്റാണ്. ഈ സ്പീഡ് ഗവർണർ ഡിസ്കണക്ട് ചെയ്തിട്ടിട്ട് ഓടുന്നത്. അപ്പം അത് എൻ റൂട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വാഹനത്തിൽ കയറി പരിശോധിക്കുന്ന അതിനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മളത് അങ്ങനെ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിശോധനയായി മാറും. അപ്പോൾ അത് തിരക്കുള്ള സമയത്ത് ബസ് നിറച്ച് തിരക്കുള്ളപ്പോഴൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്കും പ്രായോഗികമായിട്ടുള്ള ആ ഒരു തടസ്സങ്ങൾ നേരും, ജനങ്ങൾ അതിനെ പ്രതികരിക്കും. അല്ലാത്ത സമയങ്ങളിൽ നമ്മളിങ്ങനെ ബസ് വരിക എൻ്റെ ശ്രദ്ധയിൽ വളരെയധികം പെട്ടിട്ടുണ്ട്. ഞാൻ അതിന് കർശനമായ നടപടികൾ തുടർച്ചയായിട്ട് എടുത്തിട്ടുമുണ്ട്. 13-14 ബസ്സുകൾ ഒരു ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ CF തന്നെ ക്യാൻസൽ ചെയ്ത് വീണ്ടും ടെസ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. താങ്കൾ മുമ്പ് പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ശിക്ഷണ നടപടികൾ, ഇത്തരം ശിക്ഷണ നടപടികൾ എടുക്കാൻ സാധിക്കുന്ന മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ്? ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനായിട്ട് എടുക്കാവുന്നത് ഓവർ സ്പീഡ്, മൊബൈൽ ഫോൺ യൂസ്. മൊബൈൽ ഫോൺ യൂസ് എന്ന് പറയുമ്പോൾ നമ്മളത് മൊബൈൽ ഫോൺ യൂസിനെ നമ്മൾ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആയിട്ടാണ് കണക്കാക്കുക. ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന എല്ലാ കുറ്റങ്ങളും, വളവിൽ ഓവർടേക്ക് ചെയ്ത് കയറുക, ഈ റോഡിൽ സെൻട്രൽ ലൈന് ക്രോസ് ചെയ്ത് സിംഗിൾ ലൈന് കണ്ടിന്യൂസ് ലൈന് ഓവർടേക്ക് ചെയ്യുന്നിടത്ത് അവിടെ ആ ലൈനെ അവോയ്ഡ് ചെയ്ത് അപ്പം റോങ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുന്നത്, ഇതെല്ലാം ഡേഞ്ചറസ് ഡ്രൈവിങ്ങാണ്. അപ്പോൾ ഡേഞ്ചറസ് ഡ്രൈവിങ്ങിൽ ഒത്തിരി കാറ്റഗറി ഉണ്ട്. വളവിൽ ഓവർടേക്ക് ചെയ്യുന്നത് നമുക്ക് ചെയ്യുന്ന അനുസരിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചാൽ അതെല്ലാം ഡേഞ്ചറസ് ഡ്രൈവിങ്ങാണ്. അത് ആ ചെക്കിങ് ഓഫീസറുടെ ഡിസ്കഷനിൽ വരുന്ന കാര്യമാണ്, ഡേഞ്ചറസ് ആണോ അല്ലയോ എന്ന് ആ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ ഒഫൻസുകളും വരും. അപ്പം മൊബൈൽ ഫോണിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുക, ഓവർ സ്പീഡിൽ ഓടിക്കുക, ഈ കുറ്റങ്ങളെല്ലാം വളരെ കർശനമായിട്ടിപ്പം നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് സസ്പെൻഷൻ എടുക്കുന്ന കാര്യങ്ങളാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്, ഓവർ സ്പീഡ് ചെയ്യുന്നത്. ഈ 3 കുറ്റത്തിനും ഒരു എക്സ്ക്യൂസും ഒരു ഓഫീസറും ഇപ്പോൾ കൊടുക്കുന്നില്ല. അതിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കും. അത് പോലീസിൽ ഇപ്പോൾ കേസെഴുതുന്ന കൂടുതലും പോലീസാണ്. മോട്ടോർ വാഹന വകുപ്പിന് ശരിക്കും ആ ചെക്കിങ്ങിനുള്ള ആ സംവിധാനങ്ങളുടെ കുറവ് കൊണ്ടും ആൾക്കാരുടെ എണ്ണക്കുറവ് കൊണ്ടും പൂർണ്ണമായിട്ടും അതിലോട്ട് ചേർന്നിട്ടില്ല. സമീപഭാവിയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ വരുന്ന എല്ലാ കുറ്റങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കുറ്റങ്ങളെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലായിടത്തും ലൈസൻസ് സസ്പെൻഷൻ മാത്രമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കുന്നത്. അത് കൂടാതെ കോടതികളിൽ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻ കോടതിയിലും ഈടാക്കുന്നത്. അപ്പം 2 ശിക്ഷ വരുന്നുണ്ട്. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് ശരിക്കും 3 ശിക്ഷ നൽകാവുന്നതാണ്. 1 ഫൈൻ അടപ്പിക്കാം, 2 ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം, 3 തടവിന് ശിക്ഷിക്കാം. തടവിന് ശിക്ഷിക്കാൻ കോടതിക്ക് മാത്രമേ
അധികാരമുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള കേസുകൾ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ തടവിന് ശിക്ഷിക്കാൻ വരെ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് ശിക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിലിപ്പം നമ്മൾ 2 നിലവിൽ നടപ്പിലാക്കുന്നുണ്ട്. പലരും ഈ പറഞ്ഞ പോലെ മോട്ടോർ സൈക്കിളിലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം നമ്മൾ ഈ ലൈസൻസ് സസ്പെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. റോഡിൽ കാണിക്കുന്ന അപകടകരമായ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. മിക്കവാറും ഒരു ചുരുങ്ങിയ കാലയളവിലേക്കായിരിക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. വീണ്ടും ഇദ്ദേഹം തന്നെ ഈ ഒരേ കുറ്റകൃത്യത്തിന് വീണ്ടും പിടിക്കപ്പെട്ടാൽ എന്ത് നടപടിയാണ് ശരി? ഈ ശിക്ഷ ഡബിളാക്കാം, അല്ലെങ്കിൽ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. ഇപ്പം മദ്യപിച്ചോ വാഹനം ഓടിച്ച ഒരാളെ പിടിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, വീണ്ടും അയാൾ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് വരെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പ്രൊവിഷനുണ്ട്, നമുക്ക് ചെയ്യുകയും ചെയ്യാം. സസ്പെൻഷൻ കാലാവധിയിൽ, അതായത് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ആ സസ്പെൻഷൻ കാലാവധിക്കുള്ളിൽ വീണ്ടും അദ്ദേഹം ഇത് കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ, സസ്പെൻഷൻ കാലാവധിക്കുള്ളിൽ വാഹനം ഓടിച്ചാൽ ലൈസൻസ് റദ്ദ് ചെയ്യണം. കുറ്റം ചെയ്യുമല്ല, വാഹനം സസ്പെൻഡ് ചെയ്ത് ഇപ്പം 3 മാസത്തേനോ 6 മാസത്തേനോ സസ്പെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾ വാഹനം വീണ്ടും ഈ പീരീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്ന സംഭവം ലേണേഴ്സ് ലൈസൻസ് ഉള്ളവർ വാഹനം ഓടിക്കുന്നു. അതിന് ലേണേഴ്സ് ലൈസൻസ് ഉള്ളവർ വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ചില നിഷ്കർഷകൾ വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ചില അവസരങ്ങളിലെങ്കിലും ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാളുടെ സാമീപ്യമില്ലാതെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് പോകുന്നൊരവസരത്തിൽ അപകടമുണ്ടായാൽ നിയമപരമായ അവർക്ക് ഇത്തരം അപകടം ഉണ്ടാക്കുന്ന ആൾക്കുണ്ടാകുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ്? ലേണേഴ്സ് ലൈസൻസ് കൈവശമുള്ള ഒരാൾ മറ്റൊരു ഡ്രൈവർ ആ വാഹനം ഓടിക്കാൻ ഓതറൈസേഷനോട് കൂടിയ ലൈസൻസ് കൈവശമില്ലാത്ത ഒരാളുടെ സഹായമില്ലാതെ വാഹനം ഓടിച്ച് അപകടം ഉണ്ടായാൽ നിയമപരിരക്ഷയൊന്നും കിട്ടുകയില്ല. ആ ആൾക്ക് ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ കേസ് നടപടികൾ ആയിട്ട് മുമ്പോട്ട് പോകും. ഒരു കാരണവശാലും ലൈസൻസ് ഉള്ളതായിട്ട് പരിഗണിക്കുകയില്ല. ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തരുന്ന ലൈസൻസാണ്. അത് വെച്ച് തനിയെ വണ്ടി ഓടിക്കാൻ പാടില്ല. ആ ലേണേഴ്സ് ലൈസൻസ് തരുന്ന ഫോമിൻ്റെ ആ അടിയിൽ തന്നെ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സഹായി ഇല്ലാതെ ലൈസൻസ് ഹോൾഡർ ആ ക്ലാസ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളുടെ സഹായമില്ലാതെ വാഹനം ഓടിക്കരുതെന്ന് തന്നെ ആ ലേണേഴ്സ് ലൈസൻസിൽ തന്നെ പ്രിൻ്റ് ചെയ്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സമീപകാലത്ത് മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് RTOCകൾ കേന്ദ്രീകരിച്ച് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം. ഈ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നത്? പർട്ടിക്കുലേഴ്സ്, RC പർട്ടിക്കുലേഴ്സ്, DL ലൈസൻസിൻ്റെ പർട്ടിക്കുലേഴ്സ്, ലൈസൻസ് റിന്യൂവൽ, ലൈസൻസ് കാർഡ് ഫോം ആക്കൽ, ഫൈനാൻസ് എൻഡോഴ്സ്മെൻറ്റ്, ഫൈനാൻസ് ക്യാൻസലേഷൻ അല്ല, ഫൈനാൻസ് പുതുതായിട്ട് ചേർക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഓഫീസിന് കീഴിലുള്ള ഒരു വാഹനം ആ ഓഫീസിൽ തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് മാറുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാം. അതേസമയം വേറൊരു ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടി ഈ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പെരുമാറാൻ പറ്റുകയില്ല. ഈ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടി ഈ ഓഫീസിന് കീഴിൽ വരുന്ന ഒരാളുടെ പേരിലോട്ട് മാറുന്നതിനും ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നമുക്ക് ഉപയോഗിക്കാം. അത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വണ്ടി വിൽക്കേണ്ടി വന്നു, പെട്ടെന്ന് വണ്ടി വിറ്റ് അന്ന് തന്നെ പേര് മാറി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ആൾക്കാരെ സംബന്ധിച്ചത് വളരെ ഉപകാരപ്രദമാണ്. ഇപ്പം നല്ല രീതിയിലത് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ തൊടുപുഴയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ബാഹുല്യം തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. ആവറേജ് 350ഓളം ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻസ് ഒരു മാസം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കൂടിയൊരു നമ്പറാണ്. വെച്ചാൽ 2 മണിക്കാണ് തുടങ്ങുന്നത്, 4:30 വരെ ഉള്ളൂ. അപ്പോൾ ആ 2.5 മണിക്കൂർ കൊണ്ട് ആവറേജ് ഒരു 25 ആപ്ലിക്കേഷൻസ് ചെയ്ത് കൊടുക്കണം. ചെയ്യാൻ ഇപ്പോൾ ഓഫീസിലുള്ളവർ അത് ഉത്സാഹിച്ച് നിൽക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. നല്ല ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ലൈസൻസ് പുതുക്കിയെടുക്കണം, ഇന്ന് തന്നെ ഞാൻ യാത്ര പോവുക, ഈ സംവിധാനത്തിൽ തന്നെ അതിനകത്തൊരു ഇതുള്ളത് ആൾ നേരിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ മേടിക്കുകയുള്ളൂ. മറ്റേ ഏജൻറ്റ് വഴി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല. അതും ജനങ്ങൾ ശ്രദ്ധിക്കണം. നേരിട്ട് വന്നെങ്കിൽ മാത്രമേ ഫാസ്റ്റ് ട്രാക്കിൽ ആപ്ലിക്കേഷൻ മേടിക്കാൻ പാടുള്ളൂ. ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം കൊണ്ടുവന്ന് ഓഫീസിൻ്റെ പ്രവർത്തനം സുഗമമായി നടത്തുന്നത് ഓഫീസിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരാളുടെ മറ്റു വർക്കുകളെ തടസ്സപ്പെടുന്നതല്ലാതെ മൊത്തം ഓഫീസിനെ അത് ബാധിക്കുന്നില്ല.
ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടർ വന്നതിന് ശേഷം ഓഫീസിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഇതിൽ ഈ ഇത്തരം ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടറിലെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ഫീസുകൾ എന്തെങ്കിലും അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അഡീഷണൽ ഫീസൊന്നുമില്ല. നോർമലായിട്ട് മറ്റ് ദിവസങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അതേ സെയിം ഫീസിൽ തന്നെയാണ് ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടറും വർക്ക് ചെയ്യുന്നത്. അഡീഷണൽ ഫീസൊന്നും വേണ്ട. ഈ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആപ്ലിക്കൻ്റ് നേരിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാ സർക്കാർ ഓഫീസുകളും കേന്ദ്രീകരിച്ച് കൺസൾട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിലെ ഓട്ടോ കൺസൾട്ടൻസിന്റെ ബാഹുല്യം വളരെ കൂടുതലാണ്. ഇവര് ചില സമയങ്ങളിൽ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പർട്ടിക്കുലർ ഓഫീസിന്റെ നിയന്ത്രണം വരെ ഇവരുടെ കൈകളിൽ എത്തുന്ന രീതിയിൽ കടന്നു കയറുന്നുണ്ട്. ഇത് എത്രത്തോളം ആശ്വാസകരമായിരുന്നു? അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നതിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഏജൻസ് എന്ന് പറയുന്നവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. കാരണം ഒരു ആൾ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവനോട് അടങ്ങലൊരു തോക്കാം പറഞ്ഞ് കാശ് മേടിക്കുക. അപ്പോൾ അതിൻ്റെ ഇത് ഓഫീസർമാർ മേടിക്കാത്തവരോ എന്തും ആയിക്കോട്ടെ, പക്ഷേ കാശ് കൊടുക്കുന്നതിന് കൃത്യമായി അവിടെ അവർ പൈസ മേടിക്കും. അതിൻ്റെ ചീത്തപ്പേര് മുഴുവൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലയിൽ ആവുകയും ചെയ്യും. അതാണ് നോർമലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഓഫീസറായാൽ പോലും അവരുടെ അടുത്ത് പോയിട്ട് അവർ വഴി ആപ്ലിക്കേഷൻ വരുന്നെങ്കിൽ അവർ കാശ് മേടിച്ചിരിക്കും. പൈസ മേടിക്കില്ലാത്തൊരു ഓഫീസറുടെ അവസ്ഥ അതുതന്നെയായിരിക്കും. കാരണം അതുകൊണ്ട് അതിനൊക്കെ ഒരു നിയന്ത്രണം വരുന്നത് നല്ലതാണ്. ഒരു പരിധി വരെ അവർക്ക് വേണമെങ്കിൽ ലൈസൻസ് ഏർപ്പെടുത്തിയിട്ട് ഓരോ വർക്കിനും ഫീസ് കൂടി ഗവൺമെൻറ് ഏർപ്പെടുത്തുമായിരിക്കുന്നല്ലോ. ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൻ്റെ കൂടെ അവർക്ക് ഇന്ന വർക്ക് ചെയ്യാൻ ഇത്ര രൂപ എന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടുതലൊരു തുക അവർക്ക് പബ്ലിക്കിൻ്റെ അടുത്തൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഇതിപ്പോൾ ഒരാൾ 1000 മേടിക്കും, വേറൊരാൾ 2000 മേടിക്കും. അതിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. അത് മേടിക്കണ എത്രയാണെന്ന് ഈ ഓഫീസിലോട്ട് അറിയുകയില്ല. കാരണം ജനങ്ങൾ എല്ലാവരും തിരക്കില്ല. ആരും ആപ്ലിക്കേഷൻ കൊണ്ട് നേരിട്ട് വരുന്നത് 10% താഴെ ആൾക്കാരെ RTO ഓഫീസിൽ സമീപിക്കാറുള്ളൂ. എനിക്ക് ഇത്രയും കാലത്തെ ആ പരിചയം വെച്ച് ഞാൻ പറയും, ഒരു 10% താഴെ ആപ്ലിക്കൻസെ നേരിട്ട് ഓഫീസുകളിൽ എത്താറുള്ളൂ. അതല്ല എല്ലാവരും നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസുകളിൽ നിന്നും ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. നേരിട്ട് വരുന്ന ആപ്ലിക്കൻസിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയെ മോട്ടോർ വാഹന വകുപ്പിൽ ഇന്നുവരെ തുറന്നിട്ടുള്ളൂ. അത് ആരും അതിന് എതിരുമല്ല. പക്ഷേ ഈ ഏജൻസിൻ്റെ ആ ഒരു ബാഹുല്യം, ഈ പറഞ്ഞ പോലെ ഏത് RTO ഓഫീസിൻ്റെ പരിസരത്ത് ചെന്നാലും അവരുടെ ഒരു ഗ്രൂപ്പ് അതിന് ചുറ്റും ഉണ്ടാകും. അപ്പോൾ ആ ഗ്രൂപ്പിനെ ചാടിക്കിടന്ന് മേലെ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്ന സംവിധാനം, ഇതിൽ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഞാനിത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ തന്നെ മുഖാമുഖം പരിപാടിയിൽ തൊടുപുഴയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമാണ്, ചില റൂട്ടുകളിൽ സമയക്ലിപ്തത, അതായത് 1 മിനിറ്റിനും 1.5 മിനിറ്റിനും ഗ്യാപ്പിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നു. ഇത് ഒന്നുകിൽ പല സംഘർഷങ്ങൾക്കും ഇടയാവുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നതിന് സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ പറ്റും? പ്രൈവറ്റ് ബസ്സുകൾക്ക് മാനദണ്ഡം നിശ്ചയിക്കാൻ ഇപ്പോൾ 88 ആക്ട് വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്നു ഈ ഓപ്പറേറ്ററുടെ വെൽത്ത് അന്വേഷിക്കണം, അല്ലെങ്കിൽ ആ സർവീസ് നടത്താനുള്ള കപ്പാസിറ്റി, അതിനെപ്പറ്റിക്ക് അന്വേഷണം നടത്തിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങളില്ലാതെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ ഒരു RTO ബോർഡിനും പറ്റില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ വയ്ക്കുന്നത് ശരിക്കും RTO ബോർഡിലെ ഉദ്യോഗസ്ഥരോ RTO ഓഫീസിലുള്ളവരോ അല്ല, അത് ബസ് ഓണേഴ്സ് തന്നെയാണ്. അവർ തന്നെ സമയം കണ്ടെത്തി ഒരു റൂട്ടിൽ ഇന്ന സമയത്ത് എൻ്റെ വണ്ടി ഓടിക്കൊള്ളാം എന്ന് ഉള്ള വ്യവസ്ഥയിൽ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പിന്നെ ഒന്ന് വെരിഫൈ ചെയ്ത് ഒരു ഫീൽഡ് ഓഫീസറെ കൊണ്ട് ഈ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ടൈം ക്ലാഷ് വന്നെങ്കിൽ മാത്രമേ ഈ ഓഫീസർക്കത് ടൈം ക്ലാഷ് ഉണ്ട് എന്ന് എഴുതാൻ പറ്റുള്ളൂ. 1 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ടൈം ക്ലാഷ് ആകുന്നില്ല. അപ്പോൾ അതുപോലെ ചില റൂട്ടുകളിൽ 1 മിനിറ്റ് ഗ്യാപ്പിൽ ബസ് വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഇവർ ഒരാൾ ആപ്ലിക്കേഷൻ വെച്ചു, വേറൊരാൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ആപ്ലിക്കേഷൻ വെക്കും. അല്ലാതെ അത് RTO ബോർഡിൻ്റെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നോട്ടിഫൈഡ് റൂട്ടാണെങ്കിൽ അതിൻ്റെ കേസും പറഞ്ഞ് നോട്ടിഫൈഡ് റൂട്ടാണ്, നാഷണലൈസ്ഡ് റൂട്ടാണെങ്കിൽ അത് ആ ഒരു കാരണത്താൽ റിജക്റ്റ് ചെയ്യാം. അല്ലാത്തൊരു സാഹചര്യത്തിൽ RTO ബോർഡിന് ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. അതാണ് ഇങ്ങനെ പെർമിറ്റ് വർദ്ധിക്കാൻ കാരണം. വാഹനങ്ങളിൽ സൺ കൺട്രോൾ ഫിലിം ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്.
എന്നാലും മിക്കവാറും പൊതുജനങ്ങൾ പറയുന്നത് വളരെ നേർത്ത സൺ കൺട്രോൾ ഫിലിംസ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. അത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും നമ്മൾ ധരിച്ചതും പലതും തെറ്റാണ്. ശരിക്കും നമുക്ക് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ വാഹനങ്ങളിലും ടിൻറ്റഡ് ഗ്ലാസ് വേണമെന്നാണ്. എന്നുവെച്ചാൽ 2 ഗ്ലാസ് ചേർത്ത് ഒട്ടിക്കുന്നതാണ് ടിൻറ്റഡ് ഗ്ലാസ്. അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഫിലിമിൻ്റെ ട്രാൻസ്പാരൻസിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് പലരും തെറ്റിദ്ധരിച്ച് ഈ ഗ്ലാസ്സിന് മേലെ ഒട്ടിക്കുന്ന ഫിലിമായിട്ട് കണക്കുന്നു. ഗ്ലാസ്സിന് മേലെ ഒരു കാരണവശാലും ഒരു ടൈപ്പ് ഫിലിമുകളും ഇനിയിപ്പം കളറില്ലാത്തതാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. നിയമത്തിൽ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെ ഫിലിം ഒട്ടിക്കുന്ന പാടില്ലാത്തത് ഈ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിൽ ഫിലിം ഒട്ടിക്കുന്ന കാര്യമല്ല. അതാണ് പലരും തെറ്റിദ്ധരിച്ചത്. 2 ഗ്ലാസ്സുകൾ ചേർത്ത് ഒട്ടിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഫിലിം വേണം. അതിൻ്റെ പർപ്പസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഈ സേഫ്റ്റി ഗ്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് പീസായിട്ട് ചുരുങ്ങി വീഴുന്ന തെറിച്ച് പോകുന്ന ആ ഗ്ലാസ്സായിരുന്നു വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മാറ്റിയിട്ട് ഈ ട്വിൻറ്റഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത് ചെറുതായിട്ട് പൊട്ടിയാൽ പോലും അതവിടെ പിടിച്ചിരിക്കണം. തെറിച്ച് വീഴാൻ കണ്ണിലോട്ടൊക്കെ തെറിച്ച് വീഴും വണ്ടിയിലിരിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ടിൻറ്റഡ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞത്. അപ്പം ഇത് പൊട്ടിയാലും ഫ്രഷായാൽ കൂടി അവിടുന്ന് തെറിച്ച് വരാൻ പാടില്ല. അത് ആ ഫിലിമിൽ ഒട്ടിയിരിക്കും. ആ ഫിലിമിൻ്റെ ട്രാൻസ്പറൻസിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ നമ്മളത് തെറ്റിദ്ധരിച്ച് ഫിലിം ഒട്ടിക്കുന്ന രീതിയിലോട്ട് പോയി. ഒട്ടിക്കാൻ പാടില്ല. എല്ലാ വർഷവും കണ്ടുവരുന്നൊരു സംഗതിയാണ് ഈ സ്കൂൾ വർഷാരംഭത്തിൽ സ്കൂൾ ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് ചില നിഷ്കർഷകൾ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കാറുണ്ട്, പരിശോധന നടത്താറുണ്ട്. പക്ഷേ അത് തുടക്കത്തിൽ മാത്രമേ പരിശോധനകളൊക്കെ കാണുന്നുള്ളൂ, പിന്നെ ചിലപ്പോൾ പരിശോധനകൾ കാണാറില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ലൈസൻസ് ഇല്ലാത്തൊരു ഡ്രൈവർ സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നൊരു സംഭവം സീസ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. എന്തൊക്കെ നടപടികളാണ് എടുക്കുന്നത് ഇപ്പോൾ? നമ്മൾ എല്ലാ സ്കൂളിലും വാഹനമുള്ള ഈ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഇതിനോടനുബന്ധിച്ച് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ എഴുതി തന്നെ ഒരു ലിസ്റ്റുണ്ടാക്കി ഇന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി എല്ലാ സ്കൂളിലും എത്തിച്ചിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് ഒരു സ്കൂളിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഇപ്പം നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാനത് ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ച മനോഭാവം എടുക്കാറില്ല. അപ്പോൾ അവിടെ നമ്മൾ സ്വയം ആൾക്കാരുടെ മുഖത്തൊന്നും നോക്കുകയും നടപടിയെടുക്കാൻ നിന്നാൽ നടക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ കർശനമായ നടപടികൾ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ ഓടിക്കുന്നത് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള നടപടികളിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല. ഈ സ്കൂൾ വർഷം ആരംഭത്തിൽ നോക്കുന്നതിന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഞങ്ങൾ ആരംഭത്തിൽ തന്നെ സ്കൂൾ വാഹനങ്ങളെല്ലാം പരിശോധിച്ച് അവയുടെ പേപ്പറെല്ലാം കറണ്ടാണെന്ന് നോക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ഥിരം റൂട്ടീനായിട്ട് പോകാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടി ഉണ്ടാവുമെന്ന് കൂട്ടിക്കൂ. നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അനുസരിക്കാനോ അല്ലെങ്കിൽ അതിനെ മാനിക്കും എന്നുള്ളൊരു ധാരണ ഞങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതിന് അപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്നും വയലേഷൻ വരുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ നോക്കാറുണ്ട്. താങ്കൾ അറിയപ്പെടുന്ന ഒരു കർക്കശക്കാരനായ ഓഫീസർ എന്നാണ്. താങ്കളുടെ മേലധികാരികളുടെ പിന്തുണ എത്രയുണ്ട്? ചില സ്ഥലങ്ങളിൽ എനിക്ക് വളരെ അധികം എന്നെ സപ്പോർട്ട് ചെയ്ത് മേലധികാരികൾ നിൽക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ പറയാൻ പാടില്ലെങ്കിൽ കൂടി അവരിൽ നിന്ന് തന്നെ എനിക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷവും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. സാധാരണ ആരും എന്നെ പർപ്പസ്ലി വന്ന ഒരു ഉപദ്രവിക്കുന്ന ഒരു നേച്ചർ കാണിക്കാറില്ല. കാരണം കർശനമായിട്ട് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു എല്ലാവർക്കും അറിയാം. ഞാൻ വേറെ ഇൻറ്റൻഷനിലൊന്നും നിൽക്കില്ല. അത് നല്ലതിനു വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർക്കശം പിടിക്കുന്നതാണ്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. എത്ര വർഷത്തെ സർവീസ് കൂടിയുണ്ട്? എനിക്ക് നിലവിൽ 3 മാസം കൂടി ഉള്ളൂ. വളരെ നന്ദി ശ്രീ CS ഡേവിഡ് ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിനും തുടർന്ന് കുറഞ്ഞ കാലയളവേ ഇനി വിരമിക്കാനുള്ളൂ എങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് താങ്കളുടെ സേവനം ഒരു വിലപ്പെട്ടതാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.